കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാമായണ മാസമാണ്, കർക്കിടക മാസമാണ് അല്ലേ. രാമായണം, രാമായണത്തിന് പ്രാധാന്യം ഏറ്റവും കൂടുതൽ. രാമായണം വർഷത്തിലെല്ലാ ദിവസവും നമുക്ക് ജപിക്കാമെങ്കിലും രാമായണ പാരായണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസം പണ്ടത്തെ കാലത്തിൽ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ദുരിതങ്ങൾ ഒക്കെ ഉള്ള ഒരു മഴക്കാലം കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു ദുരിതങ്ങളൊക്കെ ഒരുപാടുള്ളൊരു മാസമാണ്. അപ്പോൾ ആ മാസം ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മാസം കൂടുതലായിട്ട് രാമായണം പാരായണം ചെയ്യുന്നത്. അതുപോലെ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു മാസമാണ്. അപ്പോൾ ഈ കർക്കിടക പുണ്യമാസത്തിൽ രാമായണം, അപ്പോൾ രാമായണം വെറുമൊരു രാമൻ്റെയും സീതയുടെയും കഥ എന്നതിലുപരി രാമായണം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം നമ്മുടെ നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരുപാട് ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൃതിയാണ്. അപ്പോൾ ഇതിലെ ഓരോ വ്യക്തികളെയും, രാമായണത്തിലെ ഓരോ വ്യക്തികളെയും നിന്നും നമുക്ക് ഓരോ പാഠങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ അയോധ്യാകാന്ഡത്തിൽ വാൽമീകി ശ്രീരാമചന്ദ്രൻ ചിത്രകൂടത്തിൽ വരുമ്പോഴത്തേന് വാൽമീകി തൻ്റെ കഥ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ആ കഥ എല്ലാവർക്കും അറിയാം അല്ലേ. വാൽമീകി പണ്ട് രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിലെ ഈ തൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ പോറ്റുന്നതിന് വേണ്ടി അതുവഴി പോകുന്ന എല്ലാവരെയും കൊള്ളയടിക്കുകയും കൊള്ളയും കൊലയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ. അപ്പോൾ ആ രത്നാകരൻ ഒരിക്കൽ സപ്തർഷികൾ വരുമ്പോൾ അവരെ എന്തു ചെയ്യും, തടയും. അവരുടെ കയ്യിലുള്ള ഭാണ്ഡമൊക്കെ അത് മോഷ്ടിക്കാനാണ് ഈ രത്നാകരൻ്റെ ഭാവം. അങ്ങനെ അവർ പിടിച്ചു പറിക്കാൻ, അവരുടെ പക്കലുള്ളത് പിടിച്ചു പറിക്കാനായിട്ട് രത്നാകരൻ ചെല്ലുമ്പോൾ സപ്തർഷികൾ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഈ ദുഷ്കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ രത്നാകരനോട് ആരും ഇതുവരെ അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. അതിനുള്ള അവസരം രത്നാകരൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ സപ്തർഷികൾ ഇത്രയും പേരുണ്ടല്ലോ. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഈ ദുഷ്കർമ്മം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ രത്നാകരൻ പറയും, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ വിശപ്പൊക്കെ മാറ്റാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതുവഴി പോകുന്ന ആളുകളുടെ പക്കൽ നിന്നും അവരുടെ പക്കലുള്ളത് പിടിച്ചു പറിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളതും എനിക്ക് എത്രയും വേഗം തന്നിട്ട് ഇവിടുന്ന് സ്ഥലം വിടുക എന്ന് പറയും. അപ്പോൾ ഈ സപ്തർഷികൾ രത്നാകരനോട് പറയും, അങ്ങനെയാണെങ്കിൽ ശരി, ഞങ്ങളുടെ പക്കലുള്ളത് നിനക്ക് തരാം, പക്ഷേ നീ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം, എങ്കിൽ ഞങ്ങളുടെ പക്കലുള്ളത് നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ രത്നാകരൻ അവരുടെ മുഖത്തോട്ട് ആകാംക്ഷയോടെ നോക്കും. അപ്പോൾ മഹർഷിമാർ ചോദിക്കും, നീ ഇപ്പോൾ നിൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ പോറ്റാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്യുന്നത്, ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ കൂടി വീതിച്ചെടുക്കുമോ എന്ന് നീ ഒന്ന് ചോദിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ രത്നാകരൻ സംശയത്തോടുകൂടി വീണ്ടും സപ്തർഷികളെ നോക്കും. അപ്പോൾ സപ്തർഷികൾ പറയും, നീ ഭയക്കണ്ട, ഞങ്ങളെ വിശ്വസിക്കാൻ, ഞങ്ങളിവിടെ തന്നെ, നീ തിരിച്ചു വരുന്നിടം വരെ ഞങ്ങളിവിടെ തന്നെ നിൽക്കും എന്ന് പറയും. അങ്ങനെ രത്നാകരൻ വീട്ടിലേക്ക് ഓടും. വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദിനവും ഓരോരുത്തരെ കൊള്ളയടിക്കുന്നു, അതേപോലെ കൊള്ളയും കൊലപാതകവും ഒക്കെ ഞാൻ ചെയ്യുന്നു, പാവപ്പെട്ട ജീവികളെയൊക്കെ ഞാൻ വധിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം അറിയണം, ഞാൻ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ പത്നി പറയും, അതെങ്ങനെയാ സാധിക്കുക,
താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതായത് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം അവനവൻ തന്നെ അനുഭവിച്ചേ വരികയുള്ളൂ എന്നാണ് ഭാര്യ മറുപടി പറയുന്നത്. അപ്പോൾ ഈ മറുപടി കേൾക്കുമ്പോഴാണ് രത്നാകരന് ബോധോദയം ഉണ്ടാകുന്നത്. അതായത് താൻ ഇത്രയും നാളും കൊള്ളയും കൊലയും ഒക്കെ നടത്തി, അപ്പോൾ താൻ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ ആ പാപകർമ്മങ്ങളുടെ എല്ലാം ഫലം താൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാപകർമ്മങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇതിൻ്റെ എല്ലാം ഫലം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണമെന്ന്. അപ്പോൾ രത്നാകരൻ തിരിച്ചു ചെന്ന് നമ്മുടെ സപ്തർഷികളെ കാണുകയാണ്. അപ്പോൾ സപ്തർഷികളോട് മാപ്പി ചോദിക്കുകയാണ് രത്നാകരൻ. എന്നിട്ട് പറയും, എനിക്ക് ഞാൻ ഈ ചെയ്ത പാപങ്ങളിൽ നിന്നുമൊക്കെ എനിക്കൊരു മോചനം വേണം, എനിക്ക് മോക്ഷം വേണം, അതിന് നിങ്ങളൊരു ഉപായം പറഞ്ഞു തരൂ എന്ന് ചോദിക്കും. അപ്പോൾ സപ്തർഷികൾ പരസ്പരം ഒന്ന് നോക്കിയിട്ട് അവർ പറയും, ശരി എങ്കിലും നീ ഒരു കാര്യം ചെയ്യൂ, ഈ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് മര 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 എന്ന് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്, ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഞങ്ങൾ വരുന്നിടം വരെ എന്തു ചെയ്യണം, നീ അത് ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. അങ്ങനെ ഈ സപ്തർഷികൾ അവിടുന്ന് പോകുന്നു. രത്നാകരൻ അവിടെ ഇരുന്നിട്ട് മര മര, നമ്മളും മരാന്ന് ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കെ, മര 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 എന്താകും, രാമശബ്ദമാകും. അപ്പോൾ രാമ എന്ന് പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അപ്പം മര എന്ന് പറയുമ്പോൾ അവസാനം അതെന്തായി മാറുന്നു, രാമ 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 എന്നായി മാറുന്നു. അങ്ങനെ ആ രാമരാമ ജപിച്ചുകൊണ്ട് അനേകം വർഷം നമ്മുടെ ഈ രത്നാകരൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നീട് സപ്തർഷികൾ തിരിച്ച് വരും. സപ്തർഷികൾ തിരിച്ച് അതുവഴി വരുമ്പോൾ അവർ നോക്കുമ്പോൾ അതുവഴി കടന്നു പോകുമ്പോൾ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ രാമനാമം കേൾക്കുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ചിതൽപ്പുറ്റ് കാണും. അങ്ങനെ അവർ ആ ചിതൽപ്പുറ്റ് മാറ്റി നോക്കുമ്പോൾ ആരാണ്, രത്നാകരൻ, പഴയ ആ കാട്ടാളൻ. അദ്ദേഹം ഇരുന്ന് രാമരാമ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഹർഷിമാർ അദ്ദേഹത്തിന് നാമകരണം ചെയ്യണം. വാൽമീകോ എന്ന് പറഞ്ഞാൽ ചിതൽപ്പുറ്റാണ്. അപ്പോൾ ആ വാൽമീകത്തിൽ നിന്ന് പുതിയ ഒരാളായിട്ടാണ്, പഴയ കാട്ടാളനായിട്ടല്ല രത്നാകരൻ വരുന്നത്, വാൽമീകി മഹർഷിയായിട്ടാണ് ആ പിന്നെ വാൽമീകത്തിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ രാമനാമം കൊണ്ട് അദ്ദേഹം ചെയ്ത പാപകർമ്മങ്ങൾ എല്ലാം അതിൻ്റെ എല്ലാം ദോഷം മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് വാൽമീകി മഹർഷിയുടെ ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരുപാട് പേര് നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് ഇപ്പം സ്വത്ത് സമ്പാദിക്കാനും അല്ലേ, ഭാര്യയും മക്കളെയും നോക്കാനും, ഇപ്പം ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതല്ല, അവരുടെ 10 തലമുറയ്ക്കുള്ള ഉണ്ടാക്കണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ സ്വത്ത് സമ്പാദിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു. പാവങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്നു. അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ, മായം, പിന്നെ ഈ മായങ്ങളൊക്കെ കണ്ടുപിടിച്ചാലും അതൊക്കെ മറച്ചു വെക്കാൻ കൈക്കൂലി വാങ്ങിക്കുന്നു. അപ്പം നമ്മൾ തെറ്റായ രീതിയിൽ കള്ളക്കടത്ത് ചെയ്യുന്നു, കഞ്ചാവ് വിൽപ്പന ചെയ്യുന്നു അല്ലേ. അപ്പോൾ ചിലർ പണത്തിന് വേണ്ടി കൊലപാതകം വരെ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാണ്, അവനവൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ പാപകർമ്മം ഭുജിക്കാൻ നിങ്ങളിത് സമ്പാദിച്ചു കൊടുക്കുന്ന ആരും വരത്തില്ല. നിങ്ങൾ തെറ്റായ രീതിയിൽ നിങ്ങൾ പണം സമ്പാദിച്ച് കഴിഞ്ഞാൽ അത് മദ്യമായിട്ട് മയക്കുമരുന്നായിട്ട് ഇതൊക്കെ വിൽപ്പന നടത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ കൊലപാതകം നടത്തിയോ അല്ലെ കള്ളക്കടത്ത് ചെയ്തോ അല്ലെ തെറ്റായ മാർഗത്തിലൂടെയോ മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കൈക്കൂലി വാങ്ങിച്ചോ, എങ്ങനെ നിങ്ങൾ തെറ്റായ മാർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്താലും നിങ്ങൾ ആലോചിക്കുക, നാളെ ഈ പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ ആരും തന്നെ വരത്തില്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്കപ്പോൾ പറയാം,
ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് നമുക്ക് പറയാം. ആ പാപകർമ്മങ്ങളുടെ ഫലം ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഇനി ചിന്തിക്കുക, ഏത് മാർഗം തന്നെ നമ്മൾ എന്തിനാണ് ഒരുപാട് സമ്പാദിച്ച് അടുത്ത തലം നമ്മുടെ കുട്ടികളെ വളർത്തി അവർക്ക് ഒരു 10-20 വയസ്സാകുന്നിടം വരെ, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടുന്നിടം വരെയൊക്കെ നമ്മൾ നോക്കുക, അവർക്ക് അതിനുള്ള പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ജീവിതം എന്താണ് അവർ അത് കെട്ടിപ്പടുക്കട്ടെ. അല്ലാതെ നമ്മൾ നമ്മുടെ മക്കളും മക്കളുടെ മക്കൾക്കും വേണ്ടിയുള്ളതൊക്കെ സമ്പാദിച്ച് ഇടേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങൾ നേരായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഒരു രീതിയിലുള്ള പാപകർമ്മങ്ങളിലും ഏർപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ രാമായണം എഴുതിയ വാൽമീകി മഹർഷിയുടെ ജീവിതം തന്നെ എന്താണ്? നമുക്കുള്ള ഒരു പാഠാണ്. കാരണം അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കൂ. ഇത് വാൽമീകി മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ കേസിലും ഇതേ സംഭവം പറയുന്നുണ്ട്. അതായത് ദശരഥ മഹാരാജാവ് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ മിടുക്കനായിട്ടുള്ളൊരു യോദ്ധാവാണ്. അതായത് രഥത്തെ ഒരേ സമയം 10 ദിശകളിലേക്ക് ഓടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അത്രയും കഴിവുള്ള, അതേപോലെ ശബ്ദം കേട്ട, ഇപ്പം ദൂരെ അദ്ദേഹം നിൽക്കുകയാണ്, അപ്പോൾ ദൂരെ ഒരു ശബ്ദം കേട്ട ആ ശബ്ദം കേട്ട സ്ഥലം, ആ ലക്ഷ്യം കറക്റ്റായിട്ട് അമ്പ് ചെയ്യാൻ, ആ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിവുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഒരു യോദ്ധാവാണ് ആര്? ദശരഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദശരഥൻ ഒരിക്കൽ എന്തു ചെയ്യും? കാട്ടിൽ നായാട്ടിനൊക്കെ പോയിട്ട് രാത്രിയിൽ ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കും. കാരണം എന്താണ്? ഏതെങ്കിലും ജീവികളൊക്കെ വരുവാണെങ്കിൽ അവയെയൊക്കെ വേട്ടയാടാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആന തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ദശരഥ മഹാരാജാവ് എന്തു ചെയ്യും? അദ്ദേഹം ആ ഒരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അത് ലക്ഷ്യമാക്കി അമ്പ് ചെയ്യും. അപ്പോൾ അമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്, ആർത്തനാദമാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ആർത്തനാദം കേട്ടിടത്തേക്ക് ദശരഥൻ ചെല്ലുമ്പോൾ അവിടെ ഒരു മുനികുമാരൻ അമ്പേറ്റ് പിടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ദശരഥ മഹാരാജാവിന് ആകെ സങ്കടമാവും. അദ്ദേഹം ചെന്ന് മാപ്പൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മുനികുമാരൻ പറയും, രാജാവേ അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ബ്രാഹ്മണനല്ല, ഞാനൊരു വൈശ്യനാണ്, അതുകൊണ്ട് അങ്ങേക്ക് ബ്രഹ്മഹത്യാദി പാപം ലഭിക്കില്ല. പക്ഷേ അങ്ങ് ഒരു കാര്യം ചെയ്യണം, കുറച്ചകലെ ഞങ്ങളുടെ ആശ്രമത്തിൽ എൻ്റെ അച്ഛനമ്മമാർ, വൃദ്ധരായ കണ്ണ് കാണാൻ കഴിയാത്ത എൻ്റെ അച്ഛനമ്മമാർ ഇരിപ്പുണ്ട്. അവർക്ക് ദാഹിച്ചിട്ട് വെള്ളം എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഈ കുടത്തിലെ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ അച്ഛനമ്മമാർക്ക് കൊടുക്കണം, എന്നിട്ട് നടന്ന കാര്യങ്ങൾ അവരെ അറിയിക്കണം. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അച്ഛൻ നിങ്ങളെ ഭസ്മമാക്കും, അതല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഈ വിവരം അവരെ അറിയിക്കണം. എന്നെ ദശരഥ മഹാരാജാവ് ആ കുടത്തിലെ വെള്ളവുമായിട്ട് ആ ആശ്രമത്തിലേക്ക് പോവുകയാണ്. മുനികുമാരൻ പറഞ്ഞ് അങ്ങനെ ആ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ ഈ താപസനും ഭാര്യയും മകനെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം മകനെ നീ എന്താ വരാൻ വൈകിയത് എന്നൊക്കെ ചോദിച്ച് ഈ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ ദശരഥ മഹാരാജാവ് അവർക്ക് വെള്ളം കൊടുത്തിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മകനല്ല, ദശരഥ മഹാരാജാവാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ആകെ വിഷമമാകും. അവർ പറയും, ഞങ്ങളെ എത്രയും വേഗം ഞങ്ങളുടെ പുത്രൻ്റെ അടുക്ക് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ പുത്രൻ്റെ അടുക്ക് എത്തിക്കുകയും ദശരഥ മഹാരാജാവിനോട് അവർ പറയുകയാണ് ഒരു ചിത തീർക്കാൻ. അങ്ങനെ ആ ചിതയിൽ മകൻ്റെ ശരീരം ദഹിപ്പിക്കുകയാണ്. എന്നിട്ട് അതോടൊപ്പം ഇവർ ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, പുത്രശാപത്താൽ മരിക്കാനിടവരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധ ദമ്പതികളും മകൻ്റെ ആ ചിതയിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദശരഥ മഹാരാജാവ് ചെയ്ത ആ ഒരു കർമ്മം ഒരു തെറ്റായ കർമ്മമാണ് ചെയ്തത്. അപ്പോൾ ആ കർമ്മത്തിന്
ഈ മുനി ഇങ്ങനെയൊരു ശാപം കൊടുക്കുകയാണ്. അപ്പോൾ ആ ശാപം അത് പിന്നീട് അങ്ങോട്ട് ദശരഥൻ്റെ ജീവിതത്തിൽ ആ ശാപം ദശരഥനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരില്ല, മക്കളില്ലായിരുന്നു. അപ്പോൾ ഈ ദശരഥ മഹാരാജാവിൻ്റെ ആയുസ്സെന്ന് പറയുന്നത് 60,000 വർഷത്തോളമാണ്. അപ്പോൾ ഈ 60,000 വർഷത്തെ ആയുസ്സിനിടയിൽ അദ്ദേഹം ഒരുപാട് കല്യാണങ്ങൾ കഴിച്ചു. നമ്മൾക്കറിയാവുന്നത് അല്ലേ, അദ്ദേഹം അവസാനം കല്യാണം കഴിച്ചതാകണം ഈ കൗസല്യ, കൈകേയി, സുമിത്ര. അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരിൽ ആരിലും തന്നെ ദശരഥന് പുത്രന്മാരുണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അംഗരാജ്യത്തിലെ സുഹൃത്തായ ലോമപാതൻ അവിടെ മഴ പെയ്യാത്തതിനെ തുടർന്ന് വിഭാണ്ഡകൻ്റെ പുത്രനായ ഋഷിശൃംഗനെ വരുത്തുന്നത്. ഋഷിശൃംഗൻ വന്നിട്ട് വരുമ്പോൾ അവിടെ മഴ പെയ്യുന്നു. അപ്പോൾ ലോമപാതൻ തൻ്റെ പുത്രിയായ ശാന്തയെ ഋഷിശൃംഗന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ദശരഥ മഹാരാജാവ് അറിയുകയാണ്. അപ്പോൾ ഈ ചില ഇതിലൊക്കെ പറയുന്നുണ്ട് ശാന്ത ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയാണെന്ന്. അത് നമുക്ക് ഒരു 90% അതിനോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം പുത്രന്മാരോ പുത്രികളോ ഇത്രയും വിവാഹം കഴിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും വിവാഹം കഴിച്ച ഒരാൾ ഒരു പുത്രി ഉണ്ടായാൽ അതിനെ വളർത്താൻ തൻ്റെ സുഹൃത്തിന് കൊടുക്കുമോ? ഒരിക്കലുമില്ല. മകനായാലും മകളായാലും അദ്ദേഹം വളർത്തും. അപ്പോൾ അത് ലോമപാതൻ്റെ പുത്രി തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഋഷിശൃംഗനെ ഇവിടത്തേക്ക് വരുത്തുകയാണ്. ഋഷിശൃംഗനെ അയോധ്യയിൽ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. അപ്പോൾ ആ യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാമ ലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? പായസം ആ കഥയൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലത് വിശദീകരിക്കാത്തത്. അപ്പോൾ കുട്ടികളുണ്ടായിട്ടും ദശരഥന് അവസാന നിമിഷം ഈ 4 മക്കളും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. ഭരത ശത്രുഘ്നന്മാർ അവരുടെ അമ്മാവൻ്റെ അടുക്കിലേക്ക് പോകുന്നു. രാമലക്ഷ്മണന്മാരും സീതയും വനത്തിന് പോകുന്നു. അപ്പോൾ ആ വൃദ്ധ ദമ്പതിമാരുടെ ശാപം ഒരു ആയുഷ്കാലം ദശരഥനെ പിന്തുടരുകയാണ്. ദശരഥന് പുത്രന്മാരില്ലാതെ ഒരുപാട് വർഷം ദുഃഖിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലാണ്, അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് രാമചന്ദ്രാദികൾ ജനിക്കുന്നത്. പക്ഷേ മരണസമയത്ത് ഇവരെ ആരെയും തന്നെ കാണാനായിട്ട് ദശരഥ മഹാരാജാവിന് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയും നമ്മൾ നോക്കുക അല്ലേ, നമ്മുടെ കർമ്മഫലം അത് നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒത്തിരിയും 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് ദശരഥൻ്റെ ചെറുപ്പത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം, അതിൻ്റെ ആ ഒരു ശാപം അതിങ്ങനെ ദശരഥനെ ഒരായുഷ്കാലം അദ്ദേഹത്തിൻ്റെ മരണം വരെയും അത് ആ ശാപം ഉണ്ടാകുകയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവർ മനസ്സറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശാപമേൽക്കും. ഇപ്പോഴും നമ്മൾ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ ഇല്ലേ, ഒരുപാട് ഭഗവാനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് നേർച്ചകളൊക്കെ ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാത്തവരുണ്ട്, അതേപോലെ ഒരു കല്യാണം നടക്കാത്തവരുണ്ട്, അതേപോലെ മറ്റ് ജോലി ലഭിക്കാത്തവരുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പറയും ഞാൻ ഇന്നടത്ത് പോയി ഇന്ന നേർച്ച ചെയ്തു, ഇന്ന വ്രതങ്ങളെടുത്തു, പക്ഷേ എന്നിട്ടും നമുക്കത് ലഭിച്ചില്ല. അപ്പം അത് എന്താണ് അതിന് കാരണം? ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാത്തയാണോ? അല്ല, അവിടെ ഭഗവാൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് ആ ഒരു ശാപം അല്ലെങ്കിൽ ആ ഒരു കർമ്മഫലം അത് ഈ ജന്മം നമ്മൾ ചെയ്തേ ആകണമെന്നില്ല. കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ജന്മം. അപ്പോൾ ഒരുപക്ഷെ മുൻ ജന്മം നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തപ്പോൾ അവരുടെ പക്കൽ നിന്ന് നമുക്കൊരു ശാപം ലഭിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആ ശാപമായിരിക്കാം നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത്. അതിൽ നിന്നും എന്താണ് ഭഗവാന് നമ്മളെ അത് നമ്മൾ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ ആ ശാപം. അപ്പോൾ പിന്നെ നമ്മൾ ശാപം കിട്ടുന്ന ആ സമയത്ത് തന്നെ നമ്മളൊരു മോക്ഷവും കൂടി അതിന് ശാപമോക്ഷമൊക്കെ ചോദിച്ചെങ്കിൽ ആ ഒരു സാഹചര്യം വരുമ്പോൾ എന്തു ചെയ്യും? നമുക്ക് ശാപമോക്ഷം കിട്ടും ഇല്ലേ? ഇപ്പം അഹല്യ തന്നെ
അഹല്യയ്ക്ക് ശാപം ലഭിച്ചു, ശ്രീരാമൻ വന്ന് പാദസ്പർശം ചെയ്യുമ്പോൾ മോക്ഷം കിട്ടുമെന്ന്. അപ്പോൾ അതുവരെ ആ ശാപം അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കർമ്മബലം അത് ഏറ്റവും പ്രധാനമാണ്. ഇനി മര്യാദാ പുരുഷോത്തമനും ധർമ്മിഷ്ഠനും നീതിമാനും സത്യസന്ധനും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരവുമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കാര്യം പരിശോധിച്ചാലോ. അദ്ദേഹവും തൻ്റെ മനുഷ്യാവതാരത്തിൽ തെറ്റായ ഒരു കർമ്മം ചെയ്യുന്നുണ്ട്. അതായത് ബാലി സുഗ്രീവ യുദ്ധത്തിൽ തൻ്റെ സുഹൃത്തായ സുഗ്രീവന് വേണ്ടിയിട്ട് ബാലിയെ ഒളിയമ്പെയ്ത് കൊല്ലുകയാണ്. അപ്പോൾ ബാലിയെ നേർക്കുനേർ നിന്ന് ആർക്കും വധിക്കാൻ സാധിക്കത്തില്ല. കാരണം ബാലിയുടെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്താൽ ആ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഭഗവാനെ നേരിട്ട് ബാലിയുമായി യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ തൻ്റെ സുഹൃത്തായ സുഗ്രീവന് വേണ്ടി, അതായത് സുഗ്രീവൻ തൻ്റെ പത്നിയെ കണ്ടെത്താൻ സഹായിക്കാം എന്ന് അവരൊരു സത്യത്തിൽ ഏർപ്പെടുന്നു. പകരം ബാലി അധീനമാക്കി വെച്ചിരിക്കുന്ന രാജ്യം, അതേപോലെ തൻ്റെ പത്നിയെ ഒക്കെ വീണ്ടെടുത്ത് കൊടുക്കണമെന്ന് സുഗ്രീവനും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം ഭഗവാൻ അവിടെ എന്ത് ചെയ്യാണ്, ഒളിയമ്പെയ്ത് ബാലിയെ കൊല്ലുകയാണ്. ഇനി ഭഗവാൻ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് ബാലിയെ വധിച്ചിരുന്നതെങ്കിൽ ഭഗവാന് ആ ഒരു കർമ്മദോഷം ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ ഭഗവാൻ അവിടെ സാഹചര്യം അതാണ്. അപ്പോൾ ആ മനുഷ്യജന്മത്തിൽ ആ സാഹചര്യങ്ങൾ കൊണ്ട്, ആ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഒരു തെറ്റ് ചെയ്യേണ്ടി വരുന്നു, ഒളിയമ്പെയ്ത് ബാലിയെ കൊല്ലേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തെറ്റായ കർമ്മത്തിൻ്റെ ഫലം അത് ഭഗവാനാണെങ്കിലും അനുഭവിച്ചേ മതിയാകൂ. കാരണം ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ഭഗവാൻ ചെയ്ത ഒരു തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫലം ഭഗവാൻ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ ശ്രീരാമ അവതാരത്തിലല്ല ആ കർമ്മഫലം ഭഗവാന് കിട്ടുന്നത്, തൻ്റെ അടുത്ത അവതാരമായ കൃഷ്ണാവതാരത്തിലാണ്. അതായത് ഭഗവാൻ കൃഷ്ണനായിട്ട് ജനിച്ചു കഴിയുമ്പോൾ തൻ്റെ അന്ത്യസമയത്ത്, ഇപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് യോഗവിദ്യയുടെയൊക്കെ ആചാര്യനാണ്, യോഗ ആചാര്യനാണ് ഭഗവാൻ. ഭഗവാന് വേണമെങ്കിൽ സ്വയം സമാധിയായി തനിക്ക് സ്വർഗാരോഹണം ചെയ്യാനായിട്ട് ഭഗവാന് സാധിക്കും. പക്ഷേ ഭഗവാൻ അവിടെ തിരഞ്ഞെടുത്ത മാർഗം എന്താണ്? വേടൻ്റെ അമ്പേറ്റ്, അതായത് വേടൻ്റെ അമ്പേറ്റാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ ശ്രീരാമ അവതാരത്തിൽ ഭഗവാൻ ഒളിയമ്പെയ്തു ബാലിയെ കൊന്നു. അപ്പോൾ കൃഷ്ണാവതാരത്തിൽ ആ ബാലി വേടനായിട്ട് ജനിച്ചു വന്ന് ഭഗവാനെ അമ്പെയ്യുകയാണ്. അപ്പോൾ ശ്രീരാമ അവതാരത്തിൽ ഭഗവാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഭഗവാന് ലഭിക്കുന്നത് കൃഷ്ണാവതാരത്തിലാണ്. ഭഗവാന് വേണമെങ്കിൽ എന്തെല്ലാം എത്ര വലിയ അസുരന്മാരെയും ഒക്കെ നിഗ്രഹിച്ചിട്ടുള്ള ഭഗവാന് ഇതൊക്കെ മുൻകൂട്ടി കാണാനും എടുക്കാനും ഒക്കെ ശക്തിയുള്ള, ദ്വാരക 2 ദിവസത്തിനുള്ളിൽ മുങ്ങും എന്ന് മുൻകൂട്ടി പ്രവചിച്ച ഭഗവാന് ഇതുമെല്ലാം അറിയാം. പക്ഷേ അത് വേണമെങ്കിൽ ഭഗവാൻ ഒഴിവാക്കാവുന്ന കാര്യവുമായിരുന്നു. ഒരാൾക്കും ഭഗവാനെ അമ്പെയ്ത് വീഴ്ത്താൻ സാധിക്കില്ല. പക്ഷേ അത് ഭഗവാന്റെ സമ്മതത്തോടു കൂടിയാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഭഗവാൻ ആ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഇങ്ങനെ കടമായി കിടക്കുകയാണ്. അപ്പോൾ ഈ കൃഷ്ണാവതാരത്തിൽ ഭഗവാന് ആ ഏൽക്കുന്നതോടുകൂടി ആ അവിടെ ആ കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ അനുഭവിച്ച് കഴിയുകയാണ്. അപ്പോൾ ആ കർമ്മഫലം പൂർത്തിയാക്കിയാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിയായി ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം നമുക്ക് തീർച്ചയായിട്ടും കർമ്മഫലം കിട്ടിയിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ സമയം കിട്ടുമ്പോൾ ഓരോ സംഭവങ്ങളെയും നമ്മൾ വിശകലനം ചെയ്താൽ ഇത് വളരെ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇല്ലേ, ചില കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അങ്ങ് മരിക്കും. അവരെന്തേലും പാപകർമ്മം ചെയ്തിട്ടാണോ ജനിച്ച ഉടനെ മരിക്കുന്നത്? ചിലത് അമ്മമാർ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഇല്ലേ? ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അവർ ഈ ഭൂമി ജനിച്ചതേ ഉള്ളൂ, ഒരു കർമ്മം പോലും അവർ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് അവർക്കൊരു കർമ്മഫലം കിട്ടുകയാണ്. അത് അവരുടെ മുൻജന്മങ്ങളെ, അതേപോലെ മുൻജന്മങ്ങളുടെ
കർമ്മഫലമായിരിക്കാം. പിന്നെ നമ്മൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ ജന്മം ഭയങ്കരമായിട്ട് ദുഷ്ടതയൊക്കെ ചെയ്ത ആൾക്കാർ അവർ നല്ല രീതിയിൽ മരിക്കുന്നത്, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ മരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ജന്മം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നല്ലവരായിട്ടുള്ള മനുഷ്യന് അവസാന നിമിഷം നരകിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് മരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്താണ്? ഇതിന് പിന്നിൽ കർമ്മഫലം എന്ന് പറയുന്ന നമ്മുടെ കർമ്മവും കർമ്മഫലവും അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം. അപ്പോൾ രാമായണം പല സംഭവങ്ങളിലൂടെ, രാമായണത്തിലെ പല കഥകളിലൂടെ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ വാൽമീകി മഹർഷിയുടെ ജീവിതത്തിൽ നിന്നും ദശരഥ മഹാരാജാവിൻ്റെ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ദർശനം എന്താണെന്ന് വെച്ചാൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക, അല്ലേ? പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ എന്തിനാണ് രാമായണവും മഹാഭാരതവും ശരിയും തെറ്റും, ഇതിനകത്തെല്ലാം ശരിയായ കാര്യങ്ങളുമുണ്ട് തെറ്റായ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നല്ല ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ നമ്മളെ ഇതെല്ലാം സഹായിക്കും. നമ്മുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അതിൽ രാമായണം നൽകുന്ന മഹത്തായ ദർശനങ്ങളിൽ ഒന്നാണ് എന്ത്? കർമ്മം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. ആ ചിന്ത എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ആ ചിന്തയോടുകൂടി ജീവിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നമുക്ക് ഭാര്യ, മക്കൾ, അല്ലെ ഭർത്താവ്, മക്കൾ, അമ്മ, അച്ഛൻ, ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിന് ഈ ബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിനാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവ് എവിടെ പോകുന്നു? ഈ അച്ഛൻ, അമ്മ, ഇതൊക്കെ നോക്കി നമ്മുടെ ആത്മാവ് നിൽക്കുന്നുണ്ടോ? ഇല്ല. ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മോക്ഷം കിട്ടിപ്പോകുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ആത്മാവിന് മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കാനാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് ഇപ്പോൾ പുത്രന്മാർ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഹാരമൊക്കെ കൊടുക്കണം. നമ്മൾ നേരായ വഴിക്ക് അധ്വാനിച്ച് കാശ് നമുക്ക് ഒരുപാടൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പാപകർമ്മങ്ങളിലേക്ക് പോകാതിരിക്കുക. കുട്ടികളെ വളർത്തുക, പക്ഷേ അതിനുപരി അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ ഭൂമി ഒട്ടാകെ വാങ്ങിയിടുക, വലിയ കെട്ടിടങ്ങൾ വെക്കുക, അതിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിക്കുക, അല്ലെ ആരെയെങ്കിലും പറ്റിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ള കാലം ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതിൽ ധർമ്മം, നീതി, സത്യം ഇതെല്ലാം ഉണ്ടായിരിക്കണം. അതിനപ്പുറം പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ രാമായണ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് തീരും. ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം വളരെ മനോഹരമായി തീരും എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അപ്പോൾ എല്ലാ ഗോപന്മാർക്കും നമ്മുടെ കണ്ണനും രാധയും സീതാരാമന്മാരായിട്ടുള്ള കണ്ണനും രാധയുടെയും ഒക്കെ രാമലക്ഷ്മണന്മാരുടെ, ഹനുമാൻ സ്വാമിയുടെ, സീതാദേവിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു രാമായണ ദർശനവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇത് രാമായണം ലൈവ് ഓരോ ദിവസവും കഥ പറയാനായിട്ട് ഞാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ മരിച്ചതിനെ തുടർന്ന് എനിക്ക് കുറച്ച് ദിവസം അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ലൈവ് ചെയ്തില്ല. പകരം ഈ രാമായണ ദർശനം എന്ന വീഡിയോ, അതിലൂടെ പ്രധാനപ്പെട്ട രാമായണം എന്ന മഹത് ഗ്രന്ഥം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആ മഹത്തായ ദർശനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ
ഈ ദർശനം നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു രാമായണ ദർശനമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.